പൊതുവ്യത്യാസം -1 സമാന്തര ശ്രേണിയിലെ 100ാം പദം 0 ആയാൽ 101ാം പദം എത്ര? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എ ആണെങ്കിൽ, ഫസ്റ്റ് ടേം എ ആണെങ്കിൽ രണ്ടാമത്തെ പദം കാണാൻ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി ആദ്യ പദത്തിൻ്റെ കൂടെ. അതായത് അടുത്ത പദം a+d ആയിരിക്കും രണ്ടാം പദം. മൂന്നാം പദം കാണാൻ വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂടി കൂട്ടുക, അപ്പോൾ a+2d ആയിരിക്കും. നാലാം പദം കാണാൻ ഇതിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂടി കൂട്ടുക, അപ്പോൾ a+3d ആയിരിക്കും. ഇതാണ് സമാന്തര ശ്രേണി. ഒന്നാം പദം എ ആണെങ്കിൽ രണ്ടാം പദം കാണാൻ പൊതുവ്യത്യാസം കൂട്ടുക, രണ്ടാം പദം a+d ആണെങ്കിൽ മൂന്നാം പദം കാണാൻ പൊതുവ്യത്യാസം കൂട്ടുക. അങ്ങനെ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 100ാം പദം 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. 100ാം പദം 0 ആണ്, കാണേണ്ടത് 101ാം പദം, തൊട്ടടുത്ത പദം. അപ്പോൾ 101ാം പദം കാണാൻ 100ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 100ാം പദം എത്രയാണ്? 100ാം പദം നമുക്ക് അതിൻ്റെ 0 ആണ്. അപ്പോൾ 101ാം പദം കാണാൻ 101ാം പദം എന്ന് പറയുന്നത് 100ാം പദത്തിൻ്റെ കൂടെ, അതായത് 0ത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. പൊതുവ്യത്യാസം എത്രയാണ്? -1 ആണ്. 0 -1 കൂട്ടിയാൽ 0 കൊണ്ട് കൂട്ടുമ്പോൾ ആ സംഖ്യയ്ക്ക് മാറ്റം വരില്ല. അപ്പം -1 എന്ന് വരും. അതായത് 101ാം പദം -1.